സമരത്തിൽ ഉറച്ച് ബസ് ഉടമകൾ ജൂൺ 7 മുതൽ അനിശ്ചിതകാല സമരം. ഗതാഗത മന്ത്രിയുമായുള്ള സമരം പരാജയപ്പെട്ടു. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, ഇന്നലെയാണ് സമരം പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങൾ. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ₹1 എന്നുള്ളത് ഉയർത്തണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ റൂട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും അതുപോലെ പെർമിറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിലും അശാസ്ത്രത നിലനിൽക്കുന്നുണ്ട്. അടിക്കടി ഉണ്ടാവുന്ന ടാക്സ് വർധന, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് സമൂലമായ ഒരു ചർച്ചയ്ക്ക് മന്ത്രിസഭയും അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയും എല്ലാം തയ്യാറാകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇതുവരെയായും ഗതാഗത മന്ത്രിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ജൂൺ 7 മുതൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കും. ഇത് ഗതാഗത മേഖലയെ ബാധിക്കാനും സാധ്യതയുണ്ട്. കാരണം സ്കൂൾ തുറക്കുന്ന ഒരു പശ്ചാത്തലം കൂടെ വെച്ച് നോക്കുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കുമെല്ലാം യാത്രാ ക്ലേശത്തിന് വഴിവെക്കുകയും ചെയ്യും. എന്തായാലും ഒരു സമരത്തിലേക്ക് തള്ളിവിടാതെ രമ്യമായി ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നയപരമായ നീക്കമാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയും അറിയിച്ചു. ഇന്ന് രാവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വീട്ടിലെത്തിയാണ് സ്വകാര്യ ബസ് ഉടമകൾ ചർച്ച നടത്തിയത്. ചർച്ചയിൽ പ്രധാനമായി ഉന്നയിച്ച ആവശ്യം ഇതായിരുന്നു. അതായത് കുട്ടികളുടെ ടിക്കറ്റ് നിരക്ക് ₹1 എന്നുള്ളത് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ അത് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ കാരണം വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ പ്രതിഷേധത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിലേക്ക് മന്ത്രി നിലപാട് സ്വീകരിച്ചത്. ഇതുമായി യോജിക്കാൻ കഴിയില്ല എന്ന് സ്വകാര്യ ബസ് ഉടമകളും പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും. ₹1 എന്ന നിരക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ 7 മുതൽ പ്രഖ്യാപിച്ച ബസ് സമരത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ കൺസെഷന് പ്രായപരിധി നിശ്ചയിക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യമായി പറയുന്നത് ബസ്സുകൾ നിലവിലോടുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി തന്നെ നിലനിർത്തണം എന്നുള്ളൊരാവശ്യം കൂടിയാണ്. ഈ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടു. വീണ്ടും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.